നമസ്കാരം. ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കോട്ടയം നഗരസഭയിൽ ഇന്നലെ വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭരണം UDF നിലനിർത്തിയിരിക്കുകയാണ്. 53 അംഗ നഗരസഭയിൽ 31 പേരുടെ 31 UDFൻ്റെ 31 കൗൺസിലർമാരും മുസ്ലിം ലീഗിൻ്റെ സ്വതന്ത്രമായി മത്സരിച്ച ഒരാളുടെ പിന്തുണയോടുകൂടി 32 കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടി മറ്റാരുടെയും കയ്യോ കാലോ പിടിക്കാനോ ടോസിടാനോ നിൽക്കാതെ UDF കോട്ടയം നഗരസഭയുടെ ഭരണം അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് കോട്ടയം നഗരസഭയുടെ ചെയർമാൻ, കോട്ടയം നഗരത്തിൻ്റെ പിതാവ് ആരാകും എന്നുള്ള ചർച്ചകളാണ് സജീവമായിരിക്കുന്നത്. ഇക്കുറി വനിതാ സംവരണമല്ല, ജനറലാണ് കോട്ടയം നഗരസഭയുടെ ചെയർമാൻ സ്ഥാനം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കൾ എല്ലാവരും തന്നെ ശക്തമായ അവകാശവാദവുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ കോട്ടയം നഗരസഭയുടെ സാധ്യതകൾ, കോൺഗ്രസിൻ്റെ സാധ്യതകൾ പരിഗണിക്കുകയാണെങ്കിൽ കോട്ടയം നഗരസഭ 39-ാം വാർഡ് ഇല്ലിക്കലിൽ നിന്നും 509 വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിച്ചു വന്ന 509 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ MB സന്തോഷ് കുമാറിൻ്റെ പേരാണ് പ്രഥമമായി UDF ഈ ഒരു സാഹചര്യത്തിൽ പരിഗണിക്കുന്നത്. MB സന്തോഷ് കുമാറിനെ തന്നെ ചെയർമാനാക്കണമെന്നുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനോടകം കോട്ടയം നഗരസഭയിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം നഗരസഭയുടെ മുൻ ചെയർമാൻ കൂടിയായിരുന്നു MB സന്തോഷ് കുമാർ. അദ്ദേഹം സണ്ണി കല്ലൂര്, അതുപോലെ തന്നെ KRG വാര്യർ എന്നിവരുമായി വീതം വെച്ച് ചില കാലയളവിൽ 1.5 വർഷം 2 വർഷം അടുത്ത സമയമാണ് അദ്ദേഹം മുൻപ് കോട്ടയം നഗരസഭയുടെ ചെയർമാനായിരുന്ന സാഹചര്യമുണ്ടായത്. അതുപോലെ തന്നെ ഇക്കുറി വീതം വെപ്പാണോ അതോ 5 വർഷം പൂർണ്ണമായും ഒരു നഗരസഭാ ചെയർമാന് നൽകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായിരിക്കുന്നത്. ഏതായാലും പ്രഥമ പരിഗണന MB സന്തോഷ് കുമാറിന് തന്നെയാണ് എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ DCC നേതൃത്വവും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ കോട്ടയം നഗരസഭ ഭരണം നിലനിർത്തിയാൽ സന്തോഷ് കുമാറിനെ പരിഗണിക്കുമെന്നുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആണ് പാർട്ടി, അത്ഭുതങ്ങൾ സംഭവിക്കാം, മറ്റാരുടെ പേര് വേണമെങ്കിലും നിലവിൽ പരിഗണിക്കാവുന്ന സാഹചര്യവും കോട്ടയം നഗരസഭയിലുണ്ട്. കോൺഗ്രസിൻ്റെ പരിഗണനാ പട്ടികയിൽ രണ്ടാമത് വരാൻ സാധ്യതയുള്ള മറ്റൊരാൾ നഗരസഭയുടെ 11-ാം വാർഡ് നാഗമ്പടം നോർത്തിൽ നിന്നും 133 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ നഗരസഭയുടെ അല്ലെങ്കിൽ കുമാരനെല്ലൂർ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായ TC റോയിയുടെ പേരാണ്. അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ഇതിന് 25 വർഷത്തോളമായി അദ്ദേഹം കോട്ടയം നഗരസഭയിലെ അല്ലെങ്കിൽ കുമാരനെല്ലൂർ പഞ്ചായത്തും കോട്ടയം നഗരസഭയുമായി ഇരിക്കുന്ന സമയത്തെല്ലാം അദ്ദേഹം തുടർച്ചയായി ജനപ്രതിനിധിയായി വന്നിരിക്കുന്നൊരു നേതാവാണ്, ജനകീയനായ നേതാവാണ്. ഏത് കുമാരനെല്ലൂർ പ്രദേശത്ത് ഏത് വാർഡിൽ നിന്നാലും ജയിക്കാനുള്ള സ്വാധീനമുള്ള, അതുപോലെ തന്നെ ജനസമ്മതിയുള്ളൊരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സന്തോഷ് കുമാറിനൊപ്പം ഒരുപക്ഷെ ആദ്യമോ അല്ലെങ്കിൽ രണ്ടാമതോ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ അദ്ദേഹത്തിൻ്റെ പേര് കൂടി പരിഗണിക്കുന്ന സാഹചര്യം കോട്ടയം നഗരസഭയിലെ കോൺഗ്രസ് നേതൃത്വം, കോട്ടയം ജില്ലാ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഒരു പക്ഷേ ഈ രണ്ടുപേരും TC റോയ് കുമാരനെല്ലൂർ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റായി കുറച്ചു കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MB സന്തോഷ് കുമാർ കോട്ടയം നഗരസഭ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പേരുകളല്ല, മറ്റൊരു പേരാണ് കോട്ടയം നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും നിറക്കു വീഴുക തുടർച്ചയായ 2ാം തവണ CPMൻ്റെ മുതിർന്ന നേതാവിനെ തന്നെ മുട്ടുകുത്തിച്ച കോട്ടയത്തെ യുവ കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, ഇപ്പോൾ കോൺഗ്രസ് നേതാവായ യുവ നേതാവ് പുത്തനങ്ങാടി വാർഡിൽ നിന്നും 511 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോട്ടയം നഗരസഭ 43-ാം വാർഡ് പുത്തനങ്ങാടിയിൽ നിന്നും 511 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അഡ്വക്കേറ്റ് ടോം ഗോര അഞ്ചേരിയുടെ പേര് തന്നെയായിരിക്കും. കാരണം അദ്ദേഹം കഴിഞ്ഞ തവണയാണ് കഴിഞ്ഞ 5 വർഷത്തെ ടീമിലാണ് ടോം ഗോര ആദ്യമായി കോട്ടയം നഗരസഭയെ പ്രതിനിധാനം ചെയ്യുന്നത്. അന്ന് ആ വാർഡിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് കോട്ടയത്തെ CPMൻ്റെ തലമുതിർന്ന നേതാവായിരുന്ന CN സത്യനേശനായിരുന്നു. അന്ന് വലിയൊരു ഭൂരിപക്ഷത്തിന് ശക്തമായ മത്സരം കാഴ്ചവെച്ച് വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ആ വാർഡ് ടോം ഗോര പിടിച്ചെടുത്തത്. അതിനു സമാനമായ രീതിയിലുള്ളൊരു മത്സരമാണ് ഇത്തവണ കോട്ടയം നഗരസഭ 43-ാം വാർഡ് പുത്തനങ്ങാടിയിൽ ടോം ഗോരയ്ക്ക് നൽകാൻ സാധിച്ചത്. അവിടെ ഇക്കുറി ടോം ഗോരയ്ക്കെതിരെ UDFന് എതിരെ CPM രംഗത്തിറക്കിയത് CPMൻ്റെ ജനകീയനായ നേതാവെന്ന് അവർ അവകാശപ്പെടുന്ന സച്ചിദാനന്ദ നായിക്കിനെയായിരുന്നു. വളരെ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള, രാഷ്ട്രീയ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന, കോട്ടയത്തെ അത്യാവശ്യം തൊഴിലാളികൾ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സജീവമായി പ്രവർത്തിച്ചിരുന്ന സച്ചിദാനന്ദ നായിക്കിൻ്റെ പേരാണ്
അന്ന് ആദ്യം ഇവിടെ മത്സരിക്കാൻ വന്ന സച്ചിദാനന്ദ നായിക്ക് മത്സരിച്ചു. പക്ഷേ എന്നിട്ടും ശക്തമായ മത്സരത്തിലൂടെ കഴിഞ്ഞ തവണ ഉണ്ടായതിൻ്റെ 3 ഇരട്ടി ലീഡ് നേടിക്കൊണ്ട് 511 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി വലിയ ശക്തമായ മത്സരത്തെ ജീവിച്ചാണ് ടോം ഗോര അഞ്ചേരിയിൽ ഈ പറയുന്ന കോട്ടയം നഗരസഭ 43 വാർഡ് പുത്തനങ്ങാടിയിൽ വിജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ ടോം ഗോരയ്ക്ക് ഒരവസരം, യുവാക്കളെയാണ് കോട്ടയം നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നതെങ്കിൽ പ്രഥമ പരിഗണന ലഭിക്കാൻ സാധ്യത ടോം ഗോര അഞ്ചേരിക്ക് തന്നെയായിരിക്കും. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, KSU നേതാവായിരുന്നു, കോട്ടയത്തെ സമര രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ടോമിനും ഒരു സാധ്യത കോട്ടയം നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തേക്കുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് കോട്ടയം നഗരസഭയിലെ നഗരമധ്യത്തിലെ 20-ാം വാർഡിൽ നിന്ന് മത്സരിച്ച കത്തീഡ്രൽ വാർഡിൽ നിന്ന് മത്സരിച്ച S ഗോപകുമാറാണ്. 133 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഗോപകുമാർ ഇവിടെ CPM-ലെ സലിമിനെ തോൽപ്പിച്ചത്. അത്തരത്തിൽ കോട്ടയം നഗരമധ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ഒരു 25 വർഷത്തിൻ്റെ ചരിത്രത്തിനിടയിൽ നമ്മുടെ തിരുനക്കര വാർഡിൽ മത്സരിച്ച സുശീല ഗോപകുമാറിൻ്റെ ഭർത്താവ് ഗോപകുമാർ മാത്രമാണ് ഈ നഗരപരിധിയിൽ നിന്നൊരു ചെയർമാനായി വന്നിരിക്കുന്നത്. സണ്ണി കല്ലൂര് അതുപോലെ തന്നെ KRG വാര്യരൊക്കെ വന്നെങ്കിലും അവർ കോട്ടയത്തിൻ്റെ പരിസര മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ളതായിരുന്നു. ഇതുപോലെ കോട്ടയം നഗരമധ്യത്തിലെ ഒരു വാർഡിൽ നിന്നൊരു ചെയർമാൻ വരണമെന്നൊരു ആഗ്രഹമുണ്ടായാൽ സ്വാഭാവികമായും ഗോപകുമാറിൻ്റെ പേര് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഗോപകുമാറും ഇപ്പോൾ തുടർച്ചയായ കഴിഞ്ഞ തവണ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് കഴിഞ്ഞ 5 വർഷം തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നെങ്കിലും മുൻപ് തുടർച്ചയായ വർഷങ്ങളിൽ കോട്ടയം നഗരമധ്യത്തിലെ വാർഡിൽ നിന്ന് തന്നെ നിരവധി തവണ കോട്ടയം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. ജനകീയനാണ്, കോട്ടയം നഗരത്തിലെ സ്ഥിരം സാന്നിധ്യമാണ്, കോട്ടയം നഗരത്തിലെ തന്നെ കോൺഗ്രസിൻ്റെ മുഖമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഏതായാലും ഇത്തരത്തിൽ പരിഗണനാ പട്ടികയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനം ആണ് നമുക്കൊന്ന് പരിഗണിക്കാം. വൈസ് ചെയർമാൻ സ്ഥാനം നിലവിൽ വനിതാ സംവരണമാണ്. അതുപോലെ തന്നെ കോട്ടയം നഗരസഭയിൽ ശക്തമായൊരു മത്സരം കാഴ്ചവെച്ച് വിജയിച്ചു വന്ന നിരവധി വനിതകൾ ഈ വൈസ് ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് വന്നിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന MP സന്തോഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു സന്തോഷ് കുമാർ വാർഡ് 40 പുളിനാക്കിൽ നിന്നും 521 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസ് നേതാവാണ്. അവർ മുൻപ് കോട്ടയം നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിന്ദു സന്തോഷ് കുമാറിൻ്റെ പേര് ഈ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ തുടർച്ചയായി അട്ടിമറികൾ സൃഷ്ടിച്ചുകൊണ്ട് കോട്ടയം നഗരസഭയെ ഇളക്കി മറിച്ചുകൊണ്ട് ഭരണത്തിലെത്തിയിരുന്ന ഒരു വനിതാ നേതാവാണ് അനുഷ കൃഷ്ണ. ഇത്തവണ 47-ാം വാർഡ് മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും 441 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അനുഷ വിജയിച്ചു വന്നത്. അനുഷയുടെ ഭൂരിപക്ഷമടക്കം കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും അടക്കം അനുഷ മത്സരിച്ച് വിജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പാനലിൽ, കേരള കോൺഗ്രസിൻ്റെ പാനലിലുമൊക്കെ അനുഷ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനുഷയ്ക്ക് സ്വാഭാവികമായൊരു പരിഗണന നൽകണം എന്നൊരു വികാരം കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അനുഷയുടെ പേരും ഈ ഒരു സാഹചര്യത്തിൽ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു പേര് പറയുന്നത് ചിങ്ങവനം പന്നിമറ്റം ഭാഗത്തു നിന്നും വാർഡ് 28-ൽ കോട്ടയം നഗരസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന 533 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ധന്യ ഗിരീഷിൻ്റെ പേരാണ്. ധന്യ ഗിരീഷ് 2ാം തവണയാണ്, പക്ഷേ എങ്കിൽ പോലും വളരെ മികച്ച ഒരു ഭരണാധികാരിയാണെന്ന് ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലം കൊണ്ട് കോട്ടയം നഗരസഭ അവർ മത്സരിച്ച വാർഡിൽ അവർ കഴിഞ്ഞ തവണ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലൂടെ അവർ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോട്ടയം നഗരസഭയിലെ ചെയർമാനും വൈസ് ചെയർമാനും ആരാണ് എന്നുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നഗരസഭയിൽ കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് കോട്ടയം നഗരസഭയുടെ ചെയർമാൻ ആരാകണമെന്നുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്താം.